ശ്രീ ആശിഷ്, ഞാൻ താങ്കളിൽ നിന്ന് ആരംഭിക്കുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു പോളിടെക്നിക് കോളേജിന്റെ ഹോസ്റ്റൽ മുറിയിൽ റെയ്ഡ് നടന്നത്. അവിടെ ആ സമയത്ത് പിടിയിലായ 3 പേരിൽ ഒരാൾ യൂണിയൻ ഭാരവാഹി കൂടി ആയിരുന്നു എന്നുള്ളതാണ്. ഇന്നലെ SFI നടത്തിയ പ്രതികരണം, അതിനുശേഷമുള്ള സ്വാഗതാർഹമായ നിലപാട് ഇന്ന് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കാലങ്ങളായി അവിടെ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ഇത്തരം കഞ്ചാവ് വിൽപ്പന തുടരുന്നു എന്നത് തന്നെയാണ് വ്യക്തമാകുന്നത്. അത് SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ അറിയാതെ പോയത് എന്തുകൊണ്ടാണ്? അഭിലാഷ്, ഈ ചർച്ചയുടെ ഭാഗമായി നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള വിഷയം കഞ്ചാവ് കണ്ണിയിൽ വിദ്യാർത്ഥി സംഘടനകളും എന്നുള്ളതാണ്. അതെ, ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി ഈ കഴിഞ്ഞ 1 മാസമായി നമ്മുടെ സംസ്ഥാനത്തിനകത്ത് വലിയ രീതിയിൽ മാധ്യമങ്ങളും പൊതുസമൂഹവും ഒക്കെ ഈ സംസ്ഥാനത്തിനകത്തുണ്ടായ വിവിധ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ലഹരി മരുന്നിൻ്റെ വ്യാപനവും അത് വിദ്യാർത്ഥികളിലേക്കടക്കം എത്തിക്കുന്ന റാക്കറ്റുകൾ സജീവമായി ഈ സംസ്ഥാനത്തിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നതടക്കം ചർച്ച ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കുറേയും കൂടി ഡെപ്തിൽ ഈ വിഷയത്തെ ക്യാമ്പസുകളുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിദ്യാർത്ഥികളുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്, ഈ ലഹരി അല്ലെങ്കിൽ മയക്കുമരുന്ന് നമ്മുടെ സമൂഹത്തിനകത്ത് വ്യാപിക്കുന്നു എന്ന വസ്തുതയെ ചെറുക്കാൻ വേണ്ടി കഴിയേണ്ടത് രാഷ്ട്രീയ ഭേദമില്ലാതെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അഫിലിയേഷനുകളെ മുൻനിർത്തി അല്ലാതെ ഒറ്റക്കെട്ടായി പൊതുസമൂഹത്തിന്റെ ആകെ ഉത്തരവാദിത്തമാണ് എന്ന ബോധ്യം SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനുണ്ട്. പക്ഷേ ഈ ചർച്ചയുടെ ആരംഭത്തിൽ SFIയുടെ ഏരിയ സെക്രട്ടറി ഇന്നലെ നൽകിയ ബൈറ്റും ഇന്ന് SFIയുടെ സംസ്ഥാന സെക്രട്ടറി പ്രസ് മീറ്റ് നടത്തിയ ഘട്ടത്തിൽ പറഞ്ഞ ബൈറ്റും അടക്കം കാണിച്ചുകൊണ്ടാണ് ഈ ചർച്ച ആരംഭിക്കുന്നത്. അതിൻ്റെ തുടർച്ചയിൽ അഭിലാഷ് ഇവിടെ ആമുഖമായി സൂചിപ്പിക്കുകയുണ്ടായി, ക്യാമ്പസുകൾക്കകത്ത് ഇത്തരത്തിലുള്ള ലഹരിയുടെ വ്യാപനം ഉണ്ടാകുമ്പോഴും വിദ്യാർത്ഥി സംഘടനകൾ ഇത് തിരിച്ചറിയാനായി അവർക്ക് കഴിയുന്നില്ല. ഇതൊക്കെ പറയുമ്പോഴും ആദ്യമായി മുന്നോട്ട് വെക്കാനുള്ള ഒരു വിമർശനം, അഭിലാഷിന്റെ വാക്കുകളിൽ ഉണ്ടായ ഒരു പോയിന്റ്, ഇന്ന് SFIയുടെ സംസ്ഥാന സെക്രട്ടറി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ SFIയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് PS സഞ്ജീവ് ആരോപണം ഉന്നയിച്ചു. അതായത് ഇന്ന് 1.9 കിലോ കഞ്ചാവുമായി ഇന്നലെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആകാശ്, ആ ആകാശിന് കോളേജ് ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിച്ചു നൽകിയ 2 വിദ്യാർത്ഥികൾ, ഒരാൾ ആഷിഖ്, ഒരാൾ സാലിഖ്, ഈ 2 ആളുകളെ ഇന്ന് അറസ്റ്റ് ചെയ്തു. ആ 2 ആളുകളും കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. ആ ക്യാമ്പസിൽ നിന്ന് റോൾ ഔട്ട് ആയ വിദ്യാർത്ഥികളാണ്. 2 പേരും കേവലം വിദ്യാർത്ഥികൾ മാത്രമല്ല, KSU എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സജീവ പ്രവർത്തകരാണ് എന്ന് PS സഞ്ജീവ് ആരോപണമല്ല ഉന്നയിച്ചത്, വസ്തുതകളെ നിരത്തിക്കൊണ്ട് ഡേറ്റയെ മുൻനിർത്തിക്കൊണ്ട് ആണ് PS സഞ്ജീവ് ആ ബൈറ്റ് മാധ്യമങ്ങൾക്ക് നൽകുകയുണ്ടായത്. സൂചിപ്പിച്ച കാര്യം വളരെ കൃത്യമായി, ഈ പൂർവ്വ വിദ്യാർത്ഥികൾ അവർ KSUക്കാരാണ് എന്ന് SFI ആരോപിക്കുന്നു എന്ന വാചകം ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. മാത്രവുമല്ല, ഈ ചർച്ചയുടെ ഭാഗമായി യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ശ്രീ ഫറൂഖ് പങ്കെടുക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ആരോപണം, അതായത് എന്താണോ ഇന്ന് SFI നേതാക്കൾ ആരോപിച്ചത്, ആ ആരോപണത്തിന്റെ പ്രതികരണം അടക്കം കേൾപ്പിച്ചുകൊണ്ടായിരിക്കും ഞാൻ അദ്ദേഹത്തിലേക്ക് പോവുക. ഞാൻ താങ്കളോട് സംശയമായി ഉന്നയിക്കുന്നത്, SFI എന്ന വിദ്യാർത്ഥി സംഘടനയെ സംബന്ധിച്ച് അഭിമാനമുള്ള ഒരാളാണല്ലോ താങ്കൾ. കേരളത്തിലെ ഭൂരിപക്ഷം കലാലയങ്ങളിലും SFI എന്ന വിദ്യാർത്ഥി സംഘടനയാണ് പലപ്പോഴും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാറുള്ളത്, വിജയിക്കാറുള്ളത്. ഇവിടെ ഇതാ വളരെ കൃത്യമായ ഒരു യൂണിയൻ ഭാരവാഹി, ഈ യൂണിയൻ ഭാരവാഹിയോടൊപ്പം മറ്റ് 2 പേർ കൂടി പിടിയിലായിട്ടുണ്ട്. അവരുടെ രാഷ്ട്രീയമൊന്നും പറഞ്ഞില്ല. അത് വളരെ കൃത്യമാണ്, തെളിവുകളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വളരെ കൃത്യമായി യൂണിയൻ ഭാരവാഹിയുടെ രാഷ്ട്രീയം മാത്രം പറഞ്ഞത്. അഭിലാഷ്, ഇതിനകത്ത് ഇന്ന് രാവിലെ 7:30 കൂടിയാണ് ഇന്നലെ കണ്ടെടുത്ത 1.9 കിലോ കഞ്ചാവ് കൈവശം വെച്ച ആകാശിനെ ഈ കഞ്ചാവ് എത്തിച്ചു നൽകിയ ആളുകളെ അറസ്റ്റ് ചെയ്തു എന്ന് പോലീസ് വാർത്ത പുറത്തേക്ക് വിടുന്നത്, അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. 7:30 മുതൽ ഇന്ന് ഈ ചർച്ച നമ്മൾ നടത്തുന്ന 8 മണി വരെ ഏതാണ്ട് 13 മണിക്കൂറുകൾക്കിടയിലും വസ്തുതയെ അടിസ്ഥാനപ്പെടുത്തി ഫോട്ടോകളടക്കം മുന്നോട്ട് വെച്ച് സമ്മേളനങ്ങൾക്കും മെമ്പർഷിപ്പ് ക്യാമ്പയിനും പങ്കെടുക്കുന്ന ഫോട്ടോസ് മുന്നോട്ട് വെച്ചിട്ടും അഭിലാഷിന് ഇപ്പോഴും അത് ആരോപണമായി മാത്രമേ പൊതുജനങ്ങൾക്ക് മുൻപിൽ പറയാൻ കഴിയുന്നുള്ളൂ എന്നുള്ളതാണ് SFIയുടെ പ്രശ്നം. ഇന്നലെ ജനറൽ സെക്രട്ടറി എന്നുള്ളത് KSU ആരോപണമെന്നോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആരോപിച്ചു എന്നുള്ളതല്ല പറഞ്ഞത്. ജനറൽ സെക്രട്ടറി ആണ്, നിങ്ങളത് റിപ്പോർട്ട് ചെയ്തു, ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു, ആ റിപ്പോർട്ടിങ്ങിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ ഇന്ന് ഈ 8 മണിക്കും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് KSU പ്രവർത്തകരാണ് ഇത് എന്ന് അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനം നടത്തുന്ന മാധ്യമ പ്രവർത്തകർക്ക് മനസ്സിലായിട്ടില്ല എന്ന ഇരട്ടത്താപ്പ് അത്
ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആമുഖമായി ഞാനിത് പറഞ്ഞത്. അഭിലാഷ് ചോദിച്ച ചോദ്യം, SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം വർഷങ്ങളായി കോളേജ് യൂണിയന് നേതൃത്വം നൽകുന്ന ക്യാമ്പസാണ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ്. ആ ക്യാമ്പസിനകത്ത് ആദ്യമായി കണ്ടെടുത്ത ലഹരി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായി എന്നുള്ളത് SFI എവിടെയും പറഞ്ഞിട്ടില്ല. ആ ക്യാമ്പസിനകത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന് ഈ ഘട്ടത്തിലല്ല SFI അഡ്രസ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ഒരു അധ്യയന വർഷം മാത്രം എടുത്ത് പരിശോധിച്ചാൽ ആ ക്യാമ്പസിനകത്ത് കോളേജ് യൂണിയന്റെ നേതൃത്വത്തിൽ വീക്കാൻ എന്ന പദ്ധതി രൂപീകരിക്കുകയും ആ പദ്ധതിയിൽ വിദ്യാർത്ഥികളെ അടക്കം കണ്ണിയാക്കുകയും അതിനകത്ത് ക്യാമ്പസിലേക്ക് ഒഴുകിയെത്തുന്ന ലഹരിക്കെതിരായി തീർത്തും ഈ പറയുന്ന മറ്റൊരു ബയാസ്ഡുമല്ലാത്ത അന്വേഷണാത്മകമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണം എന്ന് തീരുമാനിച്ച SFI നേതൃത്വം നൽകുന്ന കോളേജ് യൂണിയനും ആ ക്യാമ്പസിന്റെ അധികാരികളും ചേർന്നിട്ടാണ്. അതോടൊപ്പം തന്നെ അവിടെ നടക്കുന്ന വിവിധ പരിപാടികൾക്കകത്ത്, ആഘോഷ പരിപാടികൾക്കകത്ത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥി സംഘടന ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്ക് ലഹരി മരുന്ന് എത്തിച്ചു നൽകുന്നുണ്ട് എന്ന പരാതി SFI അവിടെ നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങൾ എങ്ങനെയാണ് ഈ പ്രത്യേക സംഘടന എന്നത് SFI ആയിരിക്കില്ലല്ലോ താങ്കളുടെ ഭാഷയിൽ? അപ്പോൾ SFIയിൽപ്പെട്ട ഒരാൾ കൂടിയാണല്ലോ ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ഒരു ഘട്ടത്തിലും അഭിരാജിനെ SFI പ്രവർത്തകനല്ല എന്നോ അല്ലെങ്കിൽ SFIയുടെ ഭാഗമല്ല എന്നോ പറയുന്നില്ല. ഈ സമയം വരെയും SFI സ്വീകരിച്ചിട്ടില്ല. SFIയുടെ കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറിയായി നിലവിൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ആണ് എന്ന് തന്നെയാണ് ഈ ഘട്ടം വരെയും SFI പറഞ്ഞത്. അതിനകത്ത് മാതൃകാപരമായി ചെയ്യാൻ കഴിയുന്നത് എന്താണ്? SFIയുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു വീഴ്ച ഉണ്ടാകുന്ന ഘട്ടത്തിൽ എന്താണ് ചെയ്യാൻ കഴിയുക? അത് ഇന്നലെ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന SFIയുടെ യൂണിറ്റ് സമ്മേളനം ആ ക്യാമ്പസിൽ നടക്കുന്ന വേളയിൽ അത് SFI ചെയ്തിട്ടുണ്ട്. അത് ചെയ്ത ശേഷമാണ് ഞാൻ ഇന്ന് ഈ ചർച്ചയ്ക്കകത്ത് അഭിലാഷിനെയും അല്ലെങ്കിൽ പൊതുസമൂഹത്തെയും അഡ്രസ് ചെയ്ത് സംസാരിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞ വിമർശനം ഞാൻ വീണ്ടും മുന്നോട്ട് വെക്കുന്നു. തീർച്ചയായും ആ വിമർശനത്തെ അതീവ ഗൗരവത്തോടു കൂടി തന്നെ ഞാനും കൈക്കൊള്ളുന്നു. ആ ചോദ്യങ്ങൾ തീർച്ചയായും ഫറൂഖിലേക്ക് പോവുകയും ചെയ്യും. പക്ഷെ താങ്കൾ SFI എന്ന സംഘടനയുടെ പ്രതിനിധി ആയതുകൊണ്ടാണ് ശ്രീ ആശിഷ് എനിക്ക് ആവർത്തിച്ച് ചോദിക്കേണ്ടി വരുന്നത്. താങ്കൾ പറഞ്ഞതുപോലെയുള്ള ക്യാമ്പയിനുകൾ ഇന്ന് കേരളത്തിലെ പല കലാലയങ്ങളിലും കാണുന്നുണ്ട്. അത് കേവലം ക്യാമ്പയിനുകളും പബ്ലിസിറ്റികളുമായി മാത്രം മാറുന്നു. അതിനപ്പുറത്ത് അല്ല. താങ്കളൊന്ന് ആലോചിച്ച് നോക്കി, എങ്ങനെയാണ് ഈ പോളിടെക്നിക്കിൽ പോലീസ് എത്തിയത്? അവിടുത്തെ പ്രധാന അധ്യാപകൻ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് ഒരു ഹോസ്റ്റൽ മുറിയിൽ കഞ്ചാവ് എത്തിക്കുന്നു, അവിടെ ത്രാസ് അടക്കമുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് അളന്ന് തിട്ടപ്പെടുത്തുന്നു, പാക്കറ്റുകളിലാക്കി കൊടുക്കുന്നു, വിദ്യാർത്ഥികൾക്ക് ഓഫർ പ്രൈസ്, അതായത് 500 രൂപയ്ക്ക് വിൽക്കുന്ന കഞ്ചാവിന് നേരത്തെ പണം നൽകിയ 300 മുറിയിൽ സൂക്ഷിച്ചു. ഇതേ ഞാനും പറയുന്നുള്ളൂ. ഇതൊന്നും വിദ്യാർത്ഥി സംഘടനകൾ അറിയാതെ പോകുന്നുണ്ടോ? ഞാൻ അതിൽ KSUവിനെയോ ABVPയെയോ അല്ലെങ്കിൽ കേരള കോൺഗ്രസിന്റെ KSC പോലെയുള്ള വിദ്യാർത്ഥി സംഘടനകളെ ഒന്നും മാറ്റി നിർത്തുകയല്ല. SFIയും ഇത് അറിയാതെ പോയോ എന്നുള്ളതാണ് ശ്രീ ആശിഷന്റെ ചോദ്യം. ഇല്ല, അറിയാതെ പോയോ എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് ഞാൻ ആമുഖമായി പറഞ്ഞത്. ഈ അധ്യയന വർഷത്തിൽ മാത്രം ആ ക്യാമ്പസിലെ ആഘോഷ പരിപാടികൾക്കിടയിൽ ഇത് വിതരണം ചെയ്യുന്നുണ്ട്. കുറ്റക്കാരെ കണ്ടെത്തണം, അല്ലെങ്കിൽ ആ ക്യാമ്പസിനകത്ത് ഉണ്ടാകുന്ന ലഹരി വ്യാപനത്തെ തടയുന്നതിന് വേണ്ടിയിട്ട് വീക്കാൻ എന്ന സംവിധാനത്തിന് രൂപം കൊടുത്തത് SFIയുടെ നേതൃത്വത്തിലാണ്. ആ ക്യാമ്പസിലെ അധ്യാപകരും അനധ്യാപകരും ഒക്കെ അതിന്റെ ഭാഗമാണ്. ഇന്നലെ പുറത്തു വന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ റിപ്പോർട്ടിനകത്ത് അത് പരാമർശിക്കുന്നുണ്ട്. ഇനി അഭിലാഷ് ചോദിച്ച യൂത്ത് കോൺഗ്രസ് പ്രതിനിധിയിലേക്ക് പോകുമ്പോൾ ഞാനത് ചോദിക്കും എന്ന് പറയുമ്പോൾ എന്നോടുള്ള ചോദ്യമായിട്ടല്ല അഭിലാഷ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അഭിലാഷിന്റെ ഇൻട്രോ ആയിരുന്നു SFI എന്ന ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ അഭിരാജിനെ മാത്രം. ഞാൻ വളരെ കൃത്യമായി താങ്കളോട് പറഞ്ഞു, SFIയുടെ ആരോപണം അടക്കം ഇൻട്രോയിൽ സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് പോയത്. താങ്കൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. അത് ആരോപണമാകുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് അഭിലാഷ് പ്രശ്നം. വസ്തുത മുന്നിൽ നിൽക്കുമ്പോൾ ഇവർ KSU പ്രവർത്തകരാണ് എന്നത് SFIയുടെ മാത്രം ആരോപണമായി ഇപ്പോഴും പറയാൻ വേണ്ടി കഴിയുന്നത് എങ്ങനെ എന്നുള്ളതാണ് എന്റെ ചോദ്യം. KSUന്റെ അധ്യയന വർഷം ആരംഭം നടന്ന